വൈദികരെ, ബഹുമാനപ്പെട്ട പ്രസിദ്ധേന്തി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദൈവജനമേ, നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്, അങ്ങനെയല്ലേ? സന്തോഷ ദിവസങ്ങൾ, ഒത്തിരി വിരുന്നുകാരും അതുപോലെ ദേശം മുഴുവൻ ഒരു തിരുനാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. ദേവാലയവുമായിട്ട് കൂടുതൽ ബന്ധത്തിൽ വരുന്ന ദിവസങ്ങളാണ് ഞാൻ വിശ്വസിക്കുകയാണ്. സത്യത്തിൽ ഈ 22 ദിവസം ഞാൻ നോട്ടീസിൽ കണ്ടത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 22 വരെ, അങ്ങനെയല്ലേ? സുദീർഘമായൊരു ദിനങ്ങളാണ് നിങ്ങൾ മാതൃചിന്തകളുമായിട്ട് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും ഈ ദിവസം വാ തുറക്കുന്നുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നത് മറിയത്തെ പറ്റിയായിരിക്കും. എന്തെങ്കിലും ഒരു ചിന്ത അറിഞ്ഞോ അറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, അറിയില്ലാത്തതായിരിക്കാം, അവർ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ 22 ദിനവും സജീവമായിട്ട് പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ധ്യാന ചിന്തകൾ കൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ സുവിശേഷം ശ്രദ്ധേയമാണ്. നിങ്ങൾ കേട്ട് സുപരിചിതമായതാണ് ആ വചനഭാഗം. ഈശോ തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഈശോ നൽകിയ സമ്മാനങ്ങൾ നോക്കി, അവസാനം നൽകുന്ന സമ്മാനങ്ങൾക്ക് ശ്രേഷ്ഠത കൂടുന്നുണ്ട്. നമ്മൾ പൊതുവിൽ പറയുന്നത് ഈശോ നൽകിയ അന്ത്യത്താഴമാണ് സമ്മാനം, വിശുദ്ധ കുർബാനയാണ്. പക്ഷേ വചനം പറയുന്നത് പാർട്ടിങ് ഗിഫ്റ്റ്, അന്ത്യസമ്മാനം എന്നുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പുറവും ഒന്നുകൂടിയുണ്ട്. അതാണ് മരിക്കുന്നതിന് മുമ്പ് നൽകിയത് സ്വന്തം അമ്മയെ. ഈ ശിഷ്യൻ എന്ത് ചെയ്തു? ഈശോയുടെ വശത്തിൽ കിടന്നവനാണ്, ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ചവൻ. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണെന്നൊക്കെ അവൻ ആഴമുള്ള വിചാരങ്ങളൊക്കെ നടത്തുന്നത്. അവൻ തുടർന്നും ലേഖനത്തിൽ പോലും അത് കോറിയിടുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, കരുണയാണ്, പിതാവിൻ്റെ ഏകജാതൻ, പിതാവിൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ യോഹന്നാൻ ഇങ്ങനെ ആവർത്തന വിരസത തോന്നുന്ന പോലെ സ്നേഹത്തെപ്പറ്റി അവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ സമ്മാനത്തെ യോഹന്നാൻ ഭവനത്തിൽ സ്വീകരിക്കുന്നു. ഇതെന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ക്രിസ്തു നൽകിയ അന്ത്യസമ്മാനം പരിശുദ്ധ അമ്മയാണ്. ഒരു പക്ഷേ അതിൻ്റെ തിയോളജിക്കൽ മീനിങ് ഉണ്ടാകാം. ആ നാട്ടിലെ ജീവിത പരിസരങ്ങളിൽ ഒരു പക്ഷേ വൈദ്യവ്യത്തിലുള്ളൊരു അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യതയായിരുന്നിരിക്കാം. ഉത്തരവാദിത്ത ബോധം, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു തിയോളജിക്കൽ ഡൈമെൻഷനിൽ അതിന് വെറുതെ വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. എന്തായിരിക്കും യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്? ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ മറിയത്തിലൂടെയാണ്, അവസാനിക്കുന്നതും മറിയത്തിലൂടെ. എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസാന വാക്കുകളൊക്കെ മറിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കുക, അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, നിനക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണോ? ഈ സുവിശേഷത്തിൽ ഉടനീളം ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ശിഷ്യത്വം എങ്ങനെയാകണം? മറിയത്തെയാണ് ഒരുപക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സുവിശേഷ മാതൃക, ശിഷ്യത്വത്തിൻ്റെ മാതൃകയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. പാപിനിയായ സ്ത്രീ വരുന്നു, സമറിയാക്കാരി സ്ത്രീ വരുന്നു. നോക്കി, ഓരോരുത്തരും ശിഷ്യത്വത്തിൻ്റെ രീതികൾ നമ്മുടെ മുമ്പിൽ ഈ യോഹന്നാൻ സുവിശേഷം വരച്ച് കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ സുവ്യക്തമായി പറയുന്നത് എന്താണ്? നിനക്ക് ക്രിസ്തുവിനെ അനുഭവിക്കണോ? എന്ത് ചെയ്യുക? മറിയത്തെ ഭവനത്തിൽ സ്വീകരിക്കുക. അർത്ഥം, ഇന്ന് നിങ്ങളുടെ പള്ളിയിൽ വന്നിരിക്കുന്നു, എനിക്ക് സന്തോഷം തോന്നി. പള്ളിയിൽ തിരുനാളിൻ്റെ ഒരു വൈബൊക്കെ ഉണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മിന്നുന്ന തിളങ്ങുന്ന ലൈറ്റുകളൊക്കെ തെളിയും. ഇപ്പം നിങ്ങളുടെ മുഖം മാത്രമേ തിളങ്ങുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അന്തരീക്ഷം അതിന് അനുകൂലമാകും. ഇതൊക്കെ കണ്ടും കേട്ടും ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് പി ഒക്കെ വിളിച്ച് പി പാപ്പു എന്നൊക്കെ പറഞ്ഞ്, അതാണോ തിരുനാൾ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? വേണമെങ്കിൽ 10 രൂപ നേർച്ച ഇട്ടേക്കാം, അച്ഛൻ്റെ കരച്ചിൽ തീരട്ടെ. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. സത്യത്തിൽ ഈ തിരുനാളാഘോഷം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഈ തിരുനാളിൽ നിന്ന് മറിയത്തെ നാം വീട്ടിലേക്ക് കൊണ്ടുപോകണം. രൂപക്കൂട്ടിലേക്ക് തിരിച്ചു വെക്കരുത്. ഇറക്കി വയ്ക്കും, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് പള്ളിയിലും കയറ്റി വയ്ക്കും. അരുത്, വീട്ടിലേക്ക് കൊണ്ടുപോകണം. സുവിശേഷത്തിൻ്റെ ആഹ്വാനം അതാണ്. കാരണം മറിയം ഏറ്റവും ശ്രേഷ്ഠതയോടെ ശിഷ്യത്വം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇനി മറിയത്തെ സ്വീകരിച്ചാൽ വ്യത്യാസം എന്താണ്? യോഹന്നാൻ്റെ തന്നെ ജീവിതം എടുത്തു നോക്കി. ആരുടെ മകനാണ്? സെബദി പുത്രന്മാരാണ്, യാക്കോബും യോഹന്നാനും. ഈ ടീമുകളുടെ അമ്മ കൂടിയാണ് ഈശോയുടെ അരികിൽ വരുന്നത്. പിതാവേ, അല്ലേ, ഇടതും വലതും ഞങ്ങൾക്ക് സ്ഥാനം വേണം എന്ന് വെച്ചാൽ മുൻപന്തിയിൽ ഞങ്ങൾക്കുണ്ടാവണം. പൊളിറ്റിക്കൽ അംബീഷനാണ്, പാർലമെന്ററി വ്യാമോഹം ശക്തമായിട്ടുണ്ടായിരുന്നു ഇവർക്ക്. അമ്മ അതിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവരിൽ ഉണ്ടാവുന്ന മാറ്റം നോക്കി. മറിയത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ അമ്മയിലും മാറ്റം ഉണ്ടാകുന്നു, മക്കളിലും മാറ്റം ഉണ്ടായി.
അവളെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഉത്ഥാനത്തിന്റെ പ്രഭാതത്തിൽ ക്രിസ്തു ഉത്ഥിതനായ വാർത്ത കേൾക്കുമ്പോൾ 2 ശിഷ്യന്മാർ തിടുക്കത്തിൽ ഓടും കല്ലറയിലേക്ക്. യോഹന്നാനും പത്രോസും. താരതമ്യേന ഇളം തലമുറക്കാരനായ യോഹന്നാൻ പത്രോസിനേക്കാളും മുമ്പ് കല്ലറയുടെ വാതിൽക്കലെത്തി. ഓടി വന്നവൻ ആദ്യം കയറേണ്ടതാണ്. മറിയത്തിൽ നിന്ന് അവൻ പഠിച്ചു എന്താണ്? വിട്ടുകൊടുക്കുക. മറിയത്തെ സ്വീകരിച്ചവൻ എന്ത് ചെയ്യുന്നു? അവൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പത്രോസിനോട് കയറിപ്പോക്കോളാൻ പറയും. അങ്ങനെ ആദ്യ മാർപ്പാപ്പ തന്നെ ക്രിസ്തു ഉത്ഥിതനായതെന്ന് സാക്ഷ്യപ്പെടുത്തും. അല്ലെങ്കിൽ പണി പാളിയാനെ. ഏത്? രണ്ടാമൻ കയറി ക്രിസ്തു ഉത്ഥിതനായെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പത്രോസിന്റെ പിൻഗാമി അല്ല, ആദ്യ മാർപ്പാപ്പ തന്നെ സാക്ഷ്യപ്പെടുത്തണം. ഞാൻ വിശ്വസിക്കുന്നു ഈ അമ്മയിലും സെബദീപുത്രന്മാരുടെ അമ്മയിലും കാതലായ വ്യത്യാസം ഉണ്ടായിരിക്കും. അവൾ കുരിശിന്റെ ചുവട്ടിലുണ്ട്. ഈ സെബദീപുത്രന്മാരുടെ അമ്മ കുരിശിൻ ചുവട്ടിലുണ്ട്. അതിനർത്ഥം എന്താണ്? മറിയത്തെ വീട്ടിലേക്ക് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും, സുവിശേഷാനുസൃതമായ മൂല്യങ്ങൾ ഉണ്ടാകും. ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മറിയത്തെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ചില മുഖങ്ങളിലൊക്കെ പ്രസാദാത്മക സന്തോഷങ്ങൾ നിറയ്ക്കേണ്ടി വരും. മറിയത്തെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടി വരും. അമ്മായിയമ്മോട് ഇത്തിരി കൂടി കരുണയോടെ പ്രതികരിക്കേണ്ടി വരും. മരുമോൾ ഇത്തിരി കൂടി മനസ്സിലാക്കേണ്ടി വരും. ജൻസി കിഡ്സിനെ ഇത്തിരി കൂടി മനസ്സിലാക്കേണ്ടി വരും. അല്ലേ? കാതലായ മാറ്റം വരും. അതിനാൽ മറിയം ഒരു വെല്ലുവിളിയാണ്. ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ പാകപ്പെട്ടിട്ടില്ല മറിയത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ, പാകപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഗുണപരമായ മാറ്റം ഉണ്ടാകുമായിരുന്നു. പക്ഷെ മറിയം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ സങ്കടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ദുഃഖം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിയതാണോ? തലമാതാൻ പൊക്കിയതാണല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കാതലായ പ്രശ്നങ്ങൾ, സങ്കടപ്പെടുത്തുന്നത്, വീണുപോകുന്ന അനുഭവങ്ങൾ, ദശാസന്ധികൾ, അല്ലേ, എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നോക്കിയേ. ഈ ലോകരക്ഷകനെ സ്വീകരിച്ചിട്ട് അവളുടെ ജീവിതത്തിൽ കിട്ടിയത് സൗഭാഗ്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ, മറിച്ച് സങ്കടങ്ങളായിരുന്നു. അപ്പോൾ മറിയത്തെ വ്യത്യസ്തയാക്കുന്നത് എന്തായിരിക്കും? അത് ആനന്ദമാണ്. സ്വർലോകരാജ്ഞി, ബാക്കി ചൊല്ലിയാൽ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും. നിങ്ങൾ സ്വർഗാരോപണ തിരുനാളാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ചൊല്ലുന്ന എന്താണ്? മറിയം ത്രിലോകരാജ്ഞി മുടി ധരിക്കപ്പെട്ടു. നിങ്ങൾ കിരീടധാരണത്തിൻ്റെ ഗ്രോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് പറയുന്നത് എന്താണ്? നീ ആനന്ദിക്കുക. ഇപ്പോൾ സുവിശേഷം നമ്മോട് പറയുന്ന ഒന്നേ ഉള്ളൂ, ആനന്ദിക്കുക. നിന്റെ ദശാസന്ധികളിൽ സുഖം തേടിയാൽ നിനക്ക് ആനന്ദിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ സുഖം നേടുന്നവരാണെങ്കിൽ ഇറോട്ടിക് ലവ്, നിനക്കൊരിക്കലും ആനന്ദത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയില്ല. സന്തോഷവും നോക്കി പോകരുത്. മറ്റുള്ളവർ എന്തെനിക്ക് നൽകുന്നു, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സന്തോഷം മാത്രമാകണം. നോ, ഒരിക്കലും സംഭവിക്കുകയില്ല. അവിടെയാണ് മറിയം നമ്മെ പഠിപ്പിക്കുകയാണ്, ആനന്ദത്തിൻ്റെ രഹസ്യങ്ങൾ അവളുടെ കയ്യിലുണ്ട്, അവളെ അനുധാവനം ചെയ്യുക. അതിനാൽ മറിയം എന്നോട് പഠിപ്പിക്കുന്നത്, നീ ആനന്ദത്തിൻ്റെ വ്യക്തിത്വമാണോ? നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ജോയ്ഫുൾ മിസ്റ്ററീസ് എന്നാണ്. എനിക്കറിയില്ല ആരാണിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സന്തോഷത്തിൻ്റെ ആക്കിയതെന്ന്. അത് ഹാപ്പിനെസ് ആണ് സന്തോഷം. പ്ലഷർ എന്നുള്ളത് സുഖം, ഹാപ്പിനെസ് സന്തോഷം, ജോയ് ആണ് ഏത്? ആനന്ദം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആനന്ദത്തിൻ്റെ 5 രഹസ്യങ്ങളാണ് ചൊല്ലുന്നത്. ബോബിയച്ചൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. ബോബിയച്ചൻ അത് ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ബോബിയച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കപ്പുച്ചിൻ അച്ഛൻ ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ ഈ സന്തോഷത്തിൻ്റെ താക്കോലുകളുണ്ട്. ഒന്നാമത്തേത്, എൻ്റെ ജീവിതത്തിൽ ഒരു ഗബ്രിയേൽ അനുഭവം ഉണ്ടാകണം. ഞാൻ ആർക്കെങ്കിലും നല്ല ദൂത് കൈമാറുന്ന വ്യക്തിയാകണം. ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ആർക്കെങ്കിലും നല്ല വാർത്തകൾ കൊടുക്കുന്ന ആളാകണം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുമോ? അത് നല്ല വാർത്തയാണ്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? നല്ല വാർത്തയാണ്. സുഖാന്വേഷിക്കാൻ പറ്റുമോ? നല്ല വാർത്തയാണ്. വെറുതെ കയറി മാന്തിക്കൊണ്ടിരിക്കുന്നതല്ല സുഖാന്വേഷണം, മറിച്ച് ആരോഗ്യപരമായ ഇടപെടലുകൾ, ഒരു ഗബ്രിയേൽ അനുഭവം ഉണ്ടാകണം. മറിയത്തിൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന അനുഭവം. രണ്ടാമത്തേത്, തീർച്ചയായിട്ടും അവൾ എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. നമ്മൾക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ടാകണം. അത് എലിസബത്താണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ. പരോന്മുഖമാകുന്നത്, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുന്നത്, ഇതൊരു
എലിസബത്ത് അനുഭവമാണ്. എന്തിനെങ്കിലും വേണ്ടി ജീവിക്കുന്നതല്ല, മറിച്ച് ആ ജീവിതത്തിന് നന്മകൾ ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. കുടുംബം നിങ്ങൾക്ക് ഒരു ഗബ്രിയേൽ അനുഭവമാകുന്നു, എലിസബത്ത് അനുഭവമായിട്ട് മാറുന്നുണ്ടോ? അതേ അതൊരു ബാധ്യതയായിട്ട് മാറുകയാണോ? ഞാൻ എത്ര പേരെയാണ് ഇനിയും ശുശ്രൂഷിക്കേണ്ടത്? എൻ്റെ കരങ്ങൾ ഇങ്ങനെ വെച്ചാൽ പോരാ, ഞാൻ കരങ്ങൾ വിരിച്ചു പിടിക്കണം. ഒരുപക്ഷെ കരങ്ങൾ വിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സസൈസ് മാത്രമല്ല, എവിടെയോ വിശാലമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു എലിസബത്ത് ഞാൻ കണ്ടെത്തണം. ഉൾവലിഞ്ഞിരിക്കുന്ന മനുഷ്യരുണ്ട്, ആരെയും സഹായിക്കുകയില്ല, എനിക്കുള്ളതൊക്കെ എൻ്റേത് മാത്രം. ഞാൻ മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രീൻ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് വലിയുകയാണ്. ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ ഓർക്കുക, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു എലിസബത്ത് ഉണ്ടായിരിക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അച്ഛാ അവളുടെ പേര് എലിസബത്താണ്, ഐ ലവ് ഹെർ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നന്മ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയാണ്. മൂന്നാമത്തേത് ഒരു ബെത്ലഹേം അനുഭവമാണ്. ബെത്ലഹേം അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല അവസ്ഥകളുണ്ട്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, ലിമിറ്റഡ് ആണ് റിസോഴ്സസ് പോലും, അല്പം സന്തോഷങ്ങളൊക്കെ ഉള്ളൂ. അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അനുഭവത്തെയാണ് ബെത്ലഹേം അനുഭവം എന്ന് പറയുന്നത്. ബെത്ലഹേമിലെ ഈശോ നോക്കി, അവിടെ തീർച്ചയായിട്ടും അവർക്ക് പരിമിതികളായിരുന്നു. ആ പരിമിതികൾ അവർ ഉൾക്കൊള്ളുകയാണ്. നമ്മളിന്ന് സുഖം തേടി പോകുമ്പോൾ വാങ്ങിക്കൂട്ടുന്നതൊക്കെ എന്താണ്? ഓണക്കാലം പരസ്യങ്ങളുടെ പ്രളയമാണ്. എല്ലാം എന്നോട് പറയുന്നു, വാങ്ങിക്കൂട്ട്. നിന്റെ വാച്ച് കഴിഞ്ഞ വർഷം വാങ്ങിയതല്ലേ, അത് പഴകിയതായി, മാറ്റ് മാറ്റ്, അപ്ഡേറ്റ് ചെയ്യ്. നിന്റെ ഡ്രസ്സ് മോഡേൺ അല്ല, പിള്ളേരുടെ ഭാഷയിൽ കണ്ണാപ്പി ഡ്രസ്സൊക്കെ ധരിക്കുക, മോഡേണാവ് നോക്കുക. അപ്പോൾ ഈ ത്വര നമ്മിൽ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എനിക്കൊരു ബെത്ലഹേം ശൈലി ജീവിക്കാനായിട്ട് പറ്റുമോ? പരിമിതികളിൽ ഒതുങ്ങി സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അവിടെ തീർച്ചയായിട്ടും നന്മയുണ്ടാകും. നാലാമത്തേത് തീർച്ചയായിട്ടും ഈ സമർപ്പണമാണ്. ദേവാലയത്തിൽ സമർപ്പിക്കാൻ സാധിക്കണം. ഇന്ന് നിങ്ങളിവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ സമർപ്പിക്കുന്നത്? ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോലും ഒരു ചെലവുണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു പ്രസിദ്ധന്തിക്ക് തിരുനാൾ നടത്താൻ ചെലവുണ്ടാകും, ഒരു വശമാണത്. അതേസമയം ഞാൻ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് എന്ത് ചെലവാണുള്ളത്? ഒരു നിയോഗം എനിക്കുണ്ടാകണം. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചെലവാണ്. പെരുന്നാളിന് ചെലവ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെലവ് ചെയ്യണം. അതിനാൽ എനിക്ക് സമർപ്പിക്കാൻ സാധിക്കണം. വൈദികനായി ഞാൻ എൻ്റെ സമർപ്പണത്തെ പറ്റി ചിന്തിക്കണം. വിവാഹിതരായി നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തിന് സമർപ്പണത്തെ പറ്റി ചിന്തിക്കണം. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സമർപ്പണത്തെ തിരുത്തണം. അതിനെ നന്മയിലേക്ക് തിരിച്ചു വരണം. അവസാനമായിട്ട് നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ തേടുന്നിടത്ത് ആനന്ദം ഉണ്ടാകും. നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആദ്യ രൂപം എന്നിലുണ്ടോ? വിശ്വാസത്തിൻ്റെ ആദ്യാനുഭവങ്ങൾ ഇപ്പോൾ എനിക്കുണ്ടോ? മറിയം അതിനാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ശിഷ്യത്വത്തിൻ്റെ വഴികൾ എന്നിലൂടെ പഠിക്കുക, അത് ആനന്ദത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നിന്നിൽ ഉണ്ടായിരിക്കും. അത്തരം വ്യക്തികൾക്കാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുക. അതിനാൽ ഈ തിരുനാളാഘോഷം എന്തിനുള്ള അവസരമാണ്? അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരമാണ് ഓരോ തിരുനാളാഘോഷവും. വ്യത്യസ്ത സമുദായങ്ങളിലും മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ എത്രയോ പേരാണ് ഈ ആലയത്തിൻ്റെ പുണ്യഭൂമിയിൽ ചവിട്ടി പാദം മൂന്നി കടന്നു പോകുന്നത്. ഇവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ നമ്മളിലൂടെ സാധിക്കുമോ? ഇത് എക്കാലത്തെയും വെല്ലുവിളിയാണ്. ഒരുപക്ഷെ അതിൽ വിജയിച്ച അനേകം മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപക്ഷെ അതിൽ സമരത്തിലൂടെ, സഹനത്തിലൂടെ, പരിശ്രമത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. എന്തുമാകട്ടെ, എൻ്റെ ജീവിതത്തിൽ ഈ മറിയത്തെ എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അത്തരം ശിഷ്യത്വം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.